നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസങ്ങളൊക്കെ മലയാളികളെ ഒന്നടങ്കം നടുക്കിയ ഈ 3 സ്ത്രീകളുടെ തിരോധാന കേസ് അതിപ്പോഴും ഒരു എത്തുപിടിയും കിട്ടാതെ അന്വേഷണമൊക്കെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. സെബാസ്റ്റ്യന്റെ ശവക്കോട്ടയിൽ ഒളിപ്പിച്ചിരിക്കുന്ന അത്രയും വലിയൊരു പറമ്പിൽ ഒളിപ്പിച്ചിരിക്കുന്ന ഗൂഢ രഹസ്യങ്ങൾ അത് ഇനിയും പുറത്തേക്ക് വരേണ്ടതായിട്ടുണ്ട് അല്ലേ? അപ്പോൾ എന്താണ് ഏറ്റവും പുതിയ വിവരങ്ങൾ ഈ ഒരു കേസുമായി ബന്ധപ്പെട്ടിട്ട്? സെബാസ്റ്റ്യൻ അക്ഷരാർത്ഥത്തിൽ ഒരു കുഴക്കുകയാണ് പോലീസിനെ അല്ലേ? അതെ, നമുക്കറിയാം ഒരു സൈക്കോ കില്ലർ എന്ന് തന്നെയാണ് നമ്മളിപ്പോൾ സെബാസ്റ്റ്യനെ സംശയിക്കുന്നത്. കാരണം ഇയാളുടെ പള്ളിപ്പുറത്തെ വീട്ടിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തിയപ്പോൾ ഞെട്ടിക്കുന്ന പല തെളിവുകളും കണ്ടെത്തിയതാണ്. നേരത്തെ ഈ അസ്ഥികൂട അവശിഷ്ടങ്ങൾ കിട്ടിയ അതേ സ്ഥലത്ത് നിന്ന് വീണ്ടും മൃതദേഹ അവശിഷ്ടങ്ങളൊക്കെ കണ്ടെത്തുന്ന ഒരു സാഹചര്യമായിരുന്നു അന്വേഷണ സംഘം. അതായത് ഇദ്ദേഹത്തിന്റെ 2.25 ഏക്കറോളം വരുന്ന പുരയിടത്തില് കുളങ്ങൾ, ചതുപ്പ്, കിണർ ഒക്കെയുണ്ട്. ഒരു കാട് മൂടിയ ഒരു സ്ഥലമാണ്. അപ്പോൾ ഇവിടേക്ക് ആരും തന്നെ അങ്ങനെ എത്താറില്ല. അപ്പോൾ ഈ തൊഴിലുറപ്പ് തൊഴിലാളികളൊക്കെ ഇവിടെ ഒരു 3 തവണയോളം എത്തിയപ്പോൾ അതായത് ഈ സെബാസ്റ്റ്യൻ കൃത്യമായി ഇവിടെ എത്തിയിരുന്നു. ഇയാൾക്ക് മറ്റാരോ സഹായിയായി ഉണ്ട് എന്ന് ഈ തൊഴിലുറപ്പ് തൊഴിലാളികളും പറയുന്നുണ്ട്. കാരണം ഇവര് ഫലവൃക്ഷ തൈകളൊക്കെ വച്ചുപിടിപ്പിക്കുവാനായിട്ടാണ് ഇവിടേക്ക് എത്തിയത്. അപ്പോൾ ഇവർ ഇവിടെ എത്തി 3 തവണയും കൃത്യമായി തന്നെ ഇയാൾ ഓട്ടോയിലേക്ക് ഇവിടെ എത്തുകയായിരുന്നു. അപ്പോൾ അതെങ്ങനെ ഇയാൾക്ക് കൃത്യമായിട്ട് ഇവിടേക്ക് എത്താൻ കഴിയുന്നു എന്നൊരു ചോദ്യമൊക്കെ ഇവർ ഉന്നയിക്കുന്നുണ്ട്. കൂടാതെ ഇവർ വരുമ്പോൾ ഇവരോട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് ചായ എടുക്കട്ടെ എന്നൊക്കെ ഇയാൾ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇവർ പറയാണ് ഇവർക്ക് അങ്ങനെ ചായ ഒന്നും വേണ്ട എന്നൊക്കെ പറയുന്നു. പക്ഷേ അയാൾ ഇവിടെ നിന്ന് പോകാൻ തയ്യാറാകുന്നില്ല. മറിച്ച് ഈ വീടിനുള്ളിലേക്ക് കയറി ഇപ്പോൾ പോലീസ് കുഴിയെടുത്തിരിക്കുന്ന അതേ ഭാഗത്ത് തന്നെ ഇയാൾ ആ ജനലൊക്കെ തുറന്നിട്ടുകൊണ്ട് വീക്ഷിക്കുകയാണ്. ഇവരെന്താണ് ചെയ്യുന്നതെന്ന് വീക്ഷിക്കുകയാണ്. ഏറ്റവും ഒടുവിൽ ഈ സ്ത്രീകൾ ഇയാളുടെ ഒരു നോട്ടം കാരണം തന്നെ അവിടെ നിന്ന് മാറിപ്പോകുന്ന ഒരു സാഹചര്യമായിരുന്നു. അപ്പോൾ ആ ഒരു അവസ്ഥയിൽ അവർ പറയുകയാണ്, ഇയാൾ ഇത്തരത്തിലൊരു ക്രൂരതയൊക്കെ ചെയ്യുമെന്ന് ഇവർക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. കാരണം പല തെളിവുകളും ഒക്കെ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. ചിലപ്പോൾ ഇത്തരത്തിലുള്ള ഈ ഒരു സ്ത്രീകളൊക്കെ ഇവിടെ എത്തിച്ച് ഇയാൾ മദ്യത്തിലോ അല്ലെങ്കിൽ മറ്റു ജ്യൂസിലോ ഒക്കെ ഏതെങ്കിലും തരത്തിൽ മയക്കുന്ന തരത്തിൽ എന്തെങ്കിലും കലക്കി നൽകിയിട്ടായിരിക്കാം ഇയാൾ കൊലപാതകങ്ങളൊക്കെ നടത്തിയിട്ടുണ്ടാവുക. അല്ലാതെ ഇത്തരത്തിൽ ഈ സ്ത്രീകളെ ഒന്നും അപായപ്പെടുത്താൻ കഴിയുമെന്ന് വിശ്വസിക്കുന്നില്ല. മാത്രമല്ല ഇയാൾക്ക് മറ്റൊരു സഹായി കൃത്യമായി അവിടെ തന്നെ ഉണ്ട് എന്ന് അവർ എടുത്തു പറയുന്നുണ്ട്. കാരണം ഇവർ വന്നതൊക്കെ ഇയാൾ എങ്ങനെയാണ് ഇത്ര കൃത്യമായി അറിഞ്ഞത്? അത് അവർ വന്ന അതേ സമയം 3 ദിവസവും അടുപ്പിച്ച് ഇതേപോലെ തന്നെയാണ് അയാൾ അവിടെ ഓട്ടോയിൽ എത്തിയത്. അതിനുശേഷം ഇവര് വീക്ഷിക്കുകയാണ് ഇവരെന്താണ് ചെയ്യുന്നതെന്നൊക്കെ ഉള്ളത്. അപ്പൊ കൃത്യമായി ഇയാൾക്ക് ഇപ്പോഴും സഹായികൾ പുറത്തു തന്നെ ഉണ്ട്. കാരണം ഈ ചേന്ന പള്ളിപ്പുറം പഞ്ചായത്ത് 9-ാം വാർഡിലാണ് ഈ സെബാസ്റ്റ്യന്റെ ചങ്ങത്തറ വീട്. ഇവിടെയാണ് ഈ 2 സ്ത്രീകളെ തിരോധാന കേസിൽ പോലീസ് തെളിവ് തേടി എത്തിയിരുന്നത്. ഇയാള് വിവാഹിതനാണ്. പക്ഷെ ഒറ്റയാണ് സമാനമായ ജീവിതമാണ് ഇയാൾ നയിച്ചിരുന്നത്. 11 വയസ്സുള്ള പെൺകുട്ടിയുടെ അച്ഛനാണ്. 68 വയസ്സുകാരനാണ് ഇയാൾ. അപ്പോൾ ഭാര്യയും മക്കളെയും നാട്ടുകാരൊക്കെ ഈ ചേർത്തല വീട്ടിൽ അവസാനം കണ്ടിരുന്നത് തന്നെ 5 വർഷം മുൻപാണ്. അപ്പോൾ ഏറ്റുമാനൂരിലെ വീട്ടിലാണ് ഇവർ താമസിക്കുന്നത്. ഇപ്പൊ ലോഡ്ജിൽ മുറിയെടുത്ത് താമസിക്കുക, ഇതൊക്കെ ശീലമാക്കിയ സെബാസ്റ്റ്യൻ വീട്ടിലൊക്കെ എത്താറുള്ളതൊക്കെ വളരെ ചുരുക്കമെന്നാണ് അയൽവാസികളൊക്കെ പറയുന്നത്. പലയിടങ്ങളിൽ നിന്നും എത്തുന്നവരൊക്കെ ഇവിടെ ഒത്തുകൂടാറുണ്ട്. മാത്രമല്ല ഈ ഒരു കേസിന്റെ തുടക്കത്തിൽ ഒരു അയൽവാസി മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു, കാരണം ഈ സെബാസ്റ്റ്യൻ ഈ ഒരു വീട് വളരെയധികം അലങ്കോലമായ ഒരു രീതിയിലാണ് കിടക്കുന്നത്, വൃത്തിഹീനമായാണ് കിടക്കുന്നത്. ഒരു മുറി നിറയെ ഗർഭനിരോധന ഉറകളുടെ ഒരു ശേഖരം തന്നെയായിരുന്നു എന്നാണ് ആ നാട്ടുകാരൻ പറയുന്നത് തന്നെ. അപ്പോൾ അത്തരത്തിൽ പല നിഗൂഢമായ പല രഹസ്യങ്ങളും ആ വീടിനുള്ളിൽ ഒളിഞ്ഞു കിടപ്പുണ്ട്. അത് മാത്രമല്ല രക്തക്കറകൾ ഉണ്ടായിരുന്നു. ഈ രക്തക്കറ മായ്ച്ചു കളയാൻ ഉപയോഗിച്ച സ്ക്രബ്ബറൊക്കെ കണ്ടെടുത്തതാണ്. ഈ കുളത്തിൽ പോലും മാംസം തിന്നുന്ന മീനുകളെയൊക്കെ തന്നെ വളർത്തിയിരുന്നു. അപ്പോൾ അത് മാത്രമല്ല ഒരു കിണർ ഇത്തരത്തിൽ മൂടിയിരുന്നു. അതായത് ആ കിണർ ഉപയോഗിച്ചുകൊണ്ടിരുന്നതാണ്. പക്ഷെ പിന്നീട് കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ അത് മൂടി. പക്ഷെ ഇനിയും ആ കിണർ തുറന്ന് പരിശോധിക്കാനുള്ള ഒരു നീക്കമൊക്കെ അന്വേഷണ സംഘം നടത്താൻ ഒരുങ്ങുന്നുണ്ട്. അപ്പോൾ പലതരത്തിലുള്ള നിഗൂഢതകൾ ഈ വീടിനുള്ളിൽ തന്നെ ഒളിച്ചിരിക്കുന്നുണ്ട്. ഈ ബിന്ദു പത്മനാഭന്റെ കേസിൽ 2018-ലാണ് ഈ സെബാസ്റ്റ്യൻ അറസ്റ്റിലായത്. അപ്പോൾ ഈ സെബാസ്റ്റ്യനെ നാട്ടുകാരൊക്കെ അമ്മാവൻ എന്നാണ് വിളിച്ചിരുന്നത്. കാരണം കൃത്യമായി ഇയാൾ നാട്ടുകാർക്കൊക്കെ ഒരു സഹായിയായിട്ടാണ് മുന്നിൽ പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഇയാൾ സഹായിയായി മറ്റുള്ളവരുടെ ഒരു സൗഹൃദമൊക്കെ സ്വീകരിച്ചിരുന്നു. കൂടാതെ ആർക്കെങ്കിലും എന്തെങ്കിലും അത്യാവശ്യങ്ങളുണ്ടെങ്കിൽ ഇയാൾ അത് നടത്തിക്കൊടുക്കുകയും ചെയ്യും. ഈ വസ്തു ഇടപാടുമായി ബന്ധപ്പെട്ടൊക്കെയാണ് നാട്ടുകാരുമായി ഇയാൾ സൗഹൃദം സൂക്ഷിച്ചിരുന്നത്. അത് മാത്രമല്ല ഇയാൾ ഈ
കോടിക്കണക്കിന് സ്വത്തുക്കളൊക്കെയുള്ള സ്ത്രീകളെയൊക്കെയാണ് ലക്ഷ്യമിട്ടിരുന്നത്. ഒറ്റയ്ക്ക് താമസിക്കുന്ന സ്ത്രീകൾ, ഭർത്താവ് മരിച്ചുപോയ സ്ത്രീകൾ, മറ്റു ബന്ധുമിത്രാദികളൊക്കെ ഇല്ലാത്ത സ്ത്രീകളൊക്കെയാണ് ഇയാൾ ലക്ഷ്യമിട്ടിരുന്നത്. അതും ഈ ധ്യാന കേന്ദ്രങ്ങളിലൊക്കെ പോവുക, അമ്പലത്തിലൊക്കെ പോവുക, അങ്ങനെയുള്ള സ്ത്രീകളൊക്കെയാണ് ഇയാൾ ലക്ഷ്യമിട്ടിരുന്നത്. ഈ ബിന്ദു പത്മനാഭന്റെ കേസ് എടുത്തു കഴിഞ്ഞാൽ ഇവർക്ക് കോടികളുടെ സ്വത്തിന് ഉടമയാണ്. കടക്കരപ്പള്ളി ആലുങ്കൽ സ്വദേശിനിയാണ് ബിന്ദു പത്മനാഭൻ. അപ്പൊ ഇവരുടെ തിരോധാനവുമായി ബന്ധപ്പെട്ടാണ് 2018 ഈ ചേർത്തല വീട്ടിൽ പോലീസ് ആദ്യം എത്തിയിരുന്നത്. അപ്പോൾ ഈ ജൈനമ്മയുടെ തിരോധാനവുമായി വീണ്ടും ഈ വീട് കുപ്രസിദ്ധമാവുകയായിരുന്നു. ഈ ബിന്ദു മൊബൈൽ ഫോൺ ഉപയോഗിക്കാതിരുന്നതും ഈ സെബാസ്റ്റിനെ നുണപരിശോധനയ്ക്ക് വിസമ്മതിച്ചതുമൊക്കെ തെളിവ് ശേഖരിക്കാൻ കഴിയാത്ത ഒരു പ്രതിസന്ധിയിലേക്ക് കൊണ്ടെത്തിക്കുകയായിരുന്നു. ഇതിനിടെയാണ് ഏറ്റുമാനൂർ സ്വദേശിയായ ജൈനമ്മയുടെ തിരോധാനവും അന്വേഷണവും ഒക്കെ ഉണ്ടാകുന്നത്. ഈ ജൈനമ്മ മൊബൈൽ ഫോൺ ഉപയോഗിച്ചിരുന്നത് കാരണമാണ് ഈ സെബാസ്റ്റിലേക്ക് സംശയം നീണ്ടത്. ഈ വാർനാട് സ്വദേശിനി ഐഷയുടെ തിരോധാനത്തിലും ഈ സെബാസ്റ്റിൻ ആണ് എന്ന സൂചനയൊക്കെ ശക്തമാണ്. ഈ ഐഷയുടെ കേസിലേക്ക് വരുമ്പോൾ നമുക്കറിയാം, റോസമ്മ, ഈ ഐഷയുടെ അയൽവാസിയാണ് ഈ റോസമ്മ എന്ന് പറയുന്നത്. ഈ റോസമ്മയെ വിവാഹം കഴിക്കുവാനായിട്ട് ഈ സെബാസ്റ്റ്യൻ അഭ്യർത്ഥനയൊക്കെ നടത്തിയിരുന്നതായിട്ട് ഈ റോസമ്മ മാധ്യമങ്ങളോടൊക്കെ പ്രതികരിച്ചിരുന്നു. അതായത് അവർ പറയുന്നത് ഇവരുടെ മൊഴികളിൽ പോലും വളരെയധികം അവ്യക്തത നിലനിൽക്കുന്നുണ്ട്. കാരണം ഇവർ ഒരേ സമയം പറയുന്നത് സ്ഥലമിടപാടുമായി ബന്ധപ്പെട്ടാണ് തനിക്ക് സെബാസ്റ്റ്യനുമായിട്ട് ബന്ധമുണ്ടായിരുന്നത്. അത് മാത്രമല്ല, വളരെ കുറച്ച് മാത്രമേ തങ്ങൾ തമ്മിൽ ഫോണിൽ പോലും സംസാരിച്ചിട്ടുള്ളൂ. ഈ ഫോണിലാണ് ഇത്തരത്തിൽ സെബാസ്റ്റ്യൻ വിവാഹ അഭ്യർത്ഥന നടത്തിയിരുന്നത്. ഈ റോസമ്മ 2 വിവാഹം കഴിച്ചതാണ്. ഏകദേശം ഒരു 36 വർഷത്തോളം ആദ്യ ഭർത്താവുമായി ഇവർ ജീവിച്ചു. ആദ്യ ഭർത്താവ് അറ്റാക്ക് വന്ന് മരിക്കുന്നു. തുടർന്ന് 1 വർഷത്തിനുള്ളിൽ തന്നെ രണ്ടാമത് ഒരു അധ്യാപകനെ വിവാഹം കഴിക്കുന്നു. ഈ അധ്യാപകനുമായിട്ടുള്ള ദാമ്പത്യ ബന്ധവും അധികം നീണ്ടില്ല. ആ അധ്യാപകനും അറ്റാക്ക് വന്നാണ് മരിക്കുന്നത്. അപ്പോൾ 2 ഭർത്താക്കന്മാരും അറ്റാക്ക് വന്ന് മരിക്കുന്നു. പിന്നീട് അതിനുശേഷം ഇവർ വീടിനുള്ളിൽ ഒറ്റയ്ക്ക് താമസിക്കുന്നു. ഇതിനിടയിലാണ് സെബാസ്റ്റ്യൻ ഇത്തരത്തിൽ വിവാഹാഭ്യർത്ഥന നടത്തുന്നത്. പക്ഷേ ഈ സെബാസ്റ്റ്യൻ പറയുകയാണ്, എനിക്ക് അരമനയിൽ നിന്നും ഞാൻ വിവാഹബന്ധം വേർപെടുത്തിയതിൻ്റെ തെളിവുകളുണ്ട്. പിന്നെ അത് മാത്രമല്ല, അല്ലാതെ തന്നെ ഞാൻ വിവാഹബന്ധം വേർപെടുത്തിയതിന് തെളിവുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് രജിസ്റ്റർ മാരേജ് ചെയ്യാമെന്നൊരു ഓഫറാണ് ഇത്തരത്തിൽ റോസമ്മയ്ക്ക് മുന്നിലേക്ക് വെക്കുന്നത്. പക്ഷെ റോസമ്മ അതിന് തയ്യാറായില്ല എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അതിൽ എത്രത്തോളം സത്യമുണ്ടെന്ന് നമുക്കറിയില്ല. കാരണം നാട്ടുകാർ പറയുന്നത് ഈ റോസമ്മയുടെ വീട്ടിലേക്ക് ഇയാൾ സ്ഥിരം വന്നു പോയിരുന്നു. അതുകൊണ്ട് റോസമ്മ ഇതിൽ നിന്ന് രക്ഷപ്പെടുവാനായിട്ട് ഇത്തരത്തിൽ വിവാഹാഭ്യർത്ഥന നടത്തി എന്ന് പറയുന്നതാണ്. അപ്പോൾ ഇവർ പറയുന്നത് ഒരു വാക്കും നാട്ടുകാർ പറയുന്നത് മറ്റൊരു വാക്കുമാണ്. റോസമ്മ പറയുന്നത് റോസമ്മ ഒറ്റയ്ക്കായിരുന്നു താമസിച്ചത്. പക്ഷെ നാട്ടുകാർ പറയുന്നത് റോസമ്മയുടെ സഹോദരിയുടെ മകളും ഒപ്പം ഉണ്ടായിരുന്നു. ആ പെൺകുട്ടിയെ വിളിച്ച് ചോദ്യം ചെയ്തു കഴിഞ്ഞാൽ പല തെളിവുകളും പുറത്തു വരുമെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ റോസമ്മ എന്താണ് മറയ്ക്കുന്നത്? ശരിക്കും പറഞ്ഞാൽ റോസമ്മയാണോ ഇയാളുടെ ഒരു സഹായി എന്നൊരു സംശയമാണ് നമുക്ക് നിഴലിക്കുന്നത്. മാത്രമല്ല, മറ്റു പല സ്ത്രീകളും ഇയാളെ സഹായിയായിട്ട് ഉണ്ടായിരുന്നു. കാരണം മിനി എന്ന് പറയുന്ന ഒരു സ്ത്രീയുടെ ഒരു സാന്നിധ്യം ഉണ്ടായിരുന്നു. അപ്പോൾ ഇവരാണ് ബിന്ദു പത്മനാഭന്റെ പേരിൽ സ്ഥലമിടപാടിന്റെ കാര്യങ്ങൾക്കായി പലയിടത്തും പ്രത്യക്ഷപ്പെട്ടതെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ പല സ്ത്രീകളെയും ഇത്തരത്തിൽ ഇയാൾ കുടുക്കിക്കൊണ്ട് കൊലപ്പെടുത്തുന്നു. മറ്റു പല സ്ത്രീകളെയും ഉപയോഗിച്ചുകൊണ്ട് തന്നെ അവരെ പുനർജനിപ്പിക്കുന്നു എന്നൊക്കെയുള്ള വിവരങ്ങളൊക്കെയാണ് ഈ മണിക്കൂറുകളൊക്കെ പുറത്തു വരുന്നത്. ഈ റോസമ്മയും ഐഷയും സെബാസ്റ്റ്യനും തമ്മിൽ അടുത്ത ബന്ധമുണ്ടായിരുന്നു അല്ലേ? പക്ഷേ ഈ ഐഷയെ കാണാതായത് എങ്ങനെ എന്നുള്ള ചോദ്യമാണ് ഇപ്പോഴും ഈ ഒരു സാഹചര്യത്തിൽ ഉയർന്നു വരുന്നത്. മാത്രമല്ല, ബിന്ദു ആയിട്ട് ഈ സെബാസ്റ്റ്യന് പണമിടപാടുണ്ടായിരുന്നു എന്ന് നേരത്തെയൊക്കെ അറിയാവുന്നതാണ്. പക്ഷേ ഐഷ എങ്ങനെ കാണാതായി? ഐഷ കാണാതായതിനു ശേഷം അവിടെ ഫോൺ റോസമ്മയുടെ കൈവശം ഉണ്ടായിരുന്നു എന്ന് പോലീസിനൊരു സംശയമുണ്ട്. മാത്രമല്ല, ഈ ബിന്ദു പത്മനാഭന് പിന്നാലെ ഐഷയെ കാണാതായതിൽ സെബാസ്റ്റ്യനും റോസമ്മയ്ക്കും പങ്കുണ്ട് എന്ന സംശയം ശക്തമാവുന്നുണ്ട്. സെബാസ്റ്റ്യൻ യാതൊരു രീതിയിലും അന്വേഷണ സംഘത്തോട് പ്രതികരിക്കുന്നില്ല. മാത്രമല്ല, അന്വേഷണ സംഘത്തെ വഴിതെറ്റിക്കാൻ നോക്കുന്നുണ്ട്. ഇതെല്ലാം വലിയ വെല്ലുവിളിയായിട്ട് അന്വേഷണ സംഘത്തിന് മാറുന്നുണ്ട്. അതുമാത്രമല്ല, ഈ നമുക്ക് നേരത്തെ അറിയാവുന്ന പോലെ തന്നെ നുണപരിശോധനയ്ക്ക് ഇയാളെ വിധേയമാക്കാമെന്ന ഒരു ഘട്ടം വന്നപ്പോൾ അതിന് താൻ തയ്യാറല്ല എന്ന് പറഞ്ഞ് അതിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്ന സാഹചര്യം ഉണ്ടായി. അപ്പോൾ ഒരെത്തും പിടിയുമില്ലാത്തൊരു പ്രതിയായിട്ട് സെബാസ്റ്റ്യൻ ഇങ്ങനെ നിൽക്കുകയാണ് അല്ലേ? അതെ, ഈ 2016 റോസമ്മ മേടിച്ച സ്ഥലം സെബാസ്റ്റ്യനും ഐഷയും ചേർന്ന് തന്നെ അറിയിക്കാതെ JCB കൊണ്ടുവന്ന് തെളിച്ചു എന്നൊക്കെയാണ് ഈ റോസമ്മ പറയുന്നത്. പക്ഷേ തന്നെ എന്തുകൊണ്ട് ഇക്കാര്യം അറിയിച്ചില്ല എന്ന് ചോദിച്ചപ്പോൾ സ്ഥലം വാങ്ങുവാനായി ആരോ വരുന്നുണ്ട് എന്നൊക്കെയാണ് ഐഷ മറുപടി നൽകിയത്. അത് മാത്രമല്ല, അത്യാവശ്യം ബ്രോക്കർ പണിയൊക്കെയും സ്ഥല കച്ചവടം നടത്തുന്ന ആളാണ് ഈ സെബാസ്റ്റ്യൻ. അപ്പോൾ ഈ സെബാസ്റ്റ്യൻ ഇത്തരത്തിൽ സ്ഥലം തൻ്റെ പ്ലോട്ട് വിറ്റ് തരാമെന്ന് പറഞ്ഞതുകൊണ്ടാണ് താൻ അത്തരത്തിൽ സ്ഥലം വിൽക്കുവാൻ തയ്യാറായതെന്നൊക്കെയാണ് ഈ റോസമ്മ പറയുന്നത്. പക്ഷേ ഇവർ
മറ്റൊരു ഡയലോഗും അടിക്കുന്നുണ്ട്. അതായത് ഐഷയുമായിട്ട് തനിക്ക് യാതൊരു ബന്ധവുമില്ല, വഴിയിൽ വെച്ച് കണ്ടിട്ടുള്ള ഒരു ബന്ധം മാത്രമേ ഉള്ളൂ. പക്ഷെ തൊട്ട് അയൽപ്പക്കത്ത് താമസിച്ചിരുന്ന ഒരു സ്ത്രീയാണ് ഈ ഐഷ എന്ന് പറയുന്നത്. അത് മാത്രമല്ല ഈ വഴി പോകുമ്പോൾ മാത്രമാണ് താൻ സംസാരിക്കുന്നത് എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഈ ഐഷയെ കാണാതായതിനു ശേഷം ഈ കോള് വന്നിട്ടുള്ളത് ഈ പറയുന്ന റോസമ്മയ്ക്കാണ്. അപ്പോൾ ഈ റോസമ്മ പക്ഷെ കോൾ എടുത്തിരുന്നില്ല. പക്ഷെ അപ്പോൾ ആ സമയത്ത് വിളിച്ചത് സെബാസ്റ്റ്യൻ ആണോ അതോ ഈ പറയുന്ന ഐഷയാണോ എന്നൊന്നും തനിക്ക് അറിയത്തില്ല. തൻ്റെ കോഴിഫാം നിൽക്കുന്ന സ്ഥലത്ത് മണ്ണുമാന്തി യന്ത്രം ഉപയോഗിച്ച് വൃത്തിയാക്കിയത് സെബാസ്റ്റ്യൻ ആണ് എന്നൊക്കെയാണ് റോസമ്മ പറയുന്നത്. അപ്പോൾ ഈ ഐഷയെ സെബാസ്റ്റ്യനുമായി ബന്ധപ്പെടുത്തിയത് താനല്ലെന്നും ഈ റോസമ്മ പറയുന്നുണ്ട്. പക്ഷേ ഈ ബന്ധുക്കളും നാട്ടുകാരും ഒക്കെ തുറന്നു പറയുന്നുണ്ട്, ഈ സെബാസ്റ്റ്യനുമായുള്ള ബന്ധം തുറന്നു പറയുന്നുണ്ട്. അത് മാത്രമല്ല ഈ എന്തിനാണ് ഈ റോസമ്മ ഇത്തരത്തിൽ ഇവരുമായിട്ട് ഈ ഐഷയുമായിട്ട് യാതൊരു ബന്ധമില്ല എന്ന് പറയുന്നത്. കാരണം അവരുടെ ബന്ധുക്കളടക്കം പറയുന്നുണ്ട് ഇവർ തമ്മിൽ നല്ല അടുപ്പത്തിൽ തന്നെയായിരുന്നു. സെബാസ്റ്റ്യനും ഐഷയും ഈ പറയുന്ന റോസമ്മയും തമ്മിൽ നല്ല അടുപ്പത്തിൽ തന്നെയായിരുന്നു. സ്ഥലമിടപാടിനായിട്ട് സമീപിച്ചിരുന്നു. അപ്പൊ എന്തുകൊണ്ട് ഐഷനെ അറിയില്ല, ഐഷയുമായിട്ട് ബന്ധമുണ്ട് എന്ന് റോസമ്മ പറയാൻ തയ്യാറാകുന്നില്ല. അത് മാത്രമല്ല പള്ളിയിലായിരുന്ന സമയത്താണ് ഈ ഐഷ തന്റെ ഫോണിലേക്ക് വിളിക്കുന്നത്, തനിക്ക് എടുക്കാൻ കഴിഞ്ഞില്ല. പിന്നെ ഈ മിസ്സിംഗ് ആണ് എന്നുള്ളൊരു സംഭവം 4 ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് ഈ ഐഷയുടെ ബന്ധുക്കളെ പോലും റോസമ്മ അറിയിക്കുന്നത്. അപ്പോ ഒരു ബന്ധമില്ലാത്ത ഒരു സ്ത്രീ മിസ്സിംഗ് ആണ് എന്ന് ഈ റോസമ്മ എങ്ങനെ അറിഞ്ഞു? അപ്പൊ പലതരത്തിലുള്ള ചോദ്യങ്ങളൊക്കെ ഉയരുന്നുണ്ട്. പക്ഷെ റോസമ്മ ഒരു നേരം പറയുന്നതായിരിക്കില്ല പിന്നീട് പറയുന്നത്. കാരണം അവർ മാറ്റി മാറ്റി ഓരോ സ്റ്റേറ്റ്മെന്റും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നാട്ടുകാർക്ക് കൃത്യമായി പറയുന്നുണ്ട് സെബാസ്റ്റ്യനുമായി അടുത്ത ബന്ധമാണ് ഈ റോസമ്മയ്ക്ക് ഉണ്ടായിരുന്നത്. അപ്പോൾ ഈ വിവാഹാഭ്യർത്ഥന നടത്തി എന്ന് പറയുന്നതൊക്കെ വെറും നുണയാണ്. കാരണം അവർ തമ്മിൽ പല ബന്ധവും ഉണ്ടെന്നൊക്കെയാണ് നാട്ടുകാർ പറയുന്നത്. അത് മാത്രമല്ല ഈ ജൈനമ്മയെ കാണാതായതിന്റെ തലേന്ന് ഒരു റെഫ്രിജറേറ്റർ വാങ്ങിയിരുന്നു. ഇത് ഭാര്യ വീട്ടിൽ നിന്ന് കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു. അപ്പൊ എന്തിനാണ് ഈ ഒരു റെഫ്രിജറേറ്റർ വാങ്ങിയത്? ഇനി ഇയാൾക്ക് ആഭിചാരവും മന്ത്രവാദത്തിന്റെ ഭാഗമായിട്ട് ഈ പച്ച മാംസവും ഈ ബ്ലഡും ഒക്കെ സൂക്ഷിക്കാനാണോ ഇത്തരത്തിലൊക്കെ ഫ്രിഡ്ജ് വാങ്ങി വെച്ചിരുന്നത് എന്നൊക്കെ ഒരു സംശയമൊക്കെ ഉയരുന്നുണ്ട്. കാരണം പല തെളിവുകളും ഇത് സംബന്ധിച്ച് പുറത്തു വരുന്നുണ്ട് എന്ന് തന്നെയാണ് അന്വേഷണ സംഘം വ്യക്തമാക്കിക്കൊണ്ടിരിക്കുന്നത്. കാരണം കൃത്യമായ ഇടവേളകളിൽ സ്ത്രീകളെ കാണാതാകുന്നത് മുഴുവൻ വൻ സ്വത്തുക്കളുടെ ഉടമകളായ സ്ത്രീകളാണ്, അതല്ലെങ്കിൽ ബന്ധുക്കൾ ആരും തന്നെ ഇല്ലാത്ത സ്ത്രീകളൊക്കെയാണ്. അപ്പോൾ ഇതൊക്കെ ഒരു പിടിവള്ളിയാക്കിക്കൊണ്ട് ഇത്തരത്തിൽ അവരെ കൃത്യമായി വലയിൽ വീഴ്ത്തിക്കൊണ്ട് ഈ ഒരു സെബാസ്റ്റ്യൻ എന്ന് പറയുന്ന ഒരു വ്യക്തി അതിവിദഗ്ധമായി ഇത്ര വർഷത്തോളം പല കൊലപാതകങ്ങളും നടത്തി അവരുടെ മൃതദേഹം എവിടെയാണ് സംസ്കരിച്ചിരിക്കുന്നത് എന്ന് പോലും മറച്ചുകൊണ്ട് ഇപ്പോഴും പോലീസിന് മുന്നിൽ വിലസിക്കൊണ്ടിരിക്കുകയാണ്. ഈ പറയുന്ന സെബാസ്റ്റ്യൻ പോലീസിന് മുന്നിൽ വിലസുമ്പോൾ പുറത്ത് റോസമ്മ തൻ്റെതായ പല കഥകളും മെനഞ്ഞുകൊണ്ട് എല്ലാവരെയും പറ്റിക്കുന്ന മറ്റൊരു കളി തുടങ്ങിക്കൊണ്ടിരിക്കുകയാണ്.